ഗാസയിലെ ജനങ്ങൾ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളിലേക്ക് മാറണമെന്ന ട്രംപിന്റെ ആവശ്യം ഗസയിലെ ജനങ്ങളും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും തള്ളിക്കളഞ്ഞിട്ടും തന്റെ പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇപ്പോഴിതാ അയാൾ ഗസയ്ക്കുമേലുള്ള തന്റെ സ്വപ്നം വീഡിയോ രൂപത്തിൽ തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ പങ്കുവച്ചിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ നിർമ്മിച്ച ട്രംപിന്റെ സ്വപ്നത്തിലെ ഗാസയാണ് വീഡിയോയിൽ ദൃശ്യമാകുന്നത്. ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിനോടകം വീഡിയോ കണ്ടിരിക്കുന്നത്. വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് വീഡിയോ നേരിടുന്നത്. ട്രംപ് അനുകൂലികൾ വരെ വീഡിയോയെ അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നതായാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, അങ്ങേയറ്റം വെറുപ്പുളവാക്കുന്നതാണ് വീഡിയോ എന്നാണ് പലയിടത്തു നിന്നും ഉയരുന്ന വിമർശനങ്ങളെന്നാണ് അന്താരാഷ്ട്ര മാധ്യമമായ ഫസ്റ്റ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. താൽക്കാലികമായി യുദ്ധം നിർത്തിവെച്ചെങ്കിലും മാനുഷിക സഹായങ്ങൾക്കായി കൈനീട്ടുകയാണ് ഗസയിലെ ജനങ്ങൾ. അപ്പോഴാണ് അവരെ കുടിയൊഴിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഗസ വികസനം ട്രംപ് സ്വപ്നം കാണുന്നത്. ഗാസയിൽ നിലനിൽക്കുന്ന മാനുഷിക പ്രതിസന്ധിക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ തെളിയുന്നത്. ഗാസ 2025 അടുത്തത് എന്താണ് എന്ന തലക്കെട്ടിലുള്ള 33 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയാണ് ട്രംപ് പുറത്തുവിട്ടത്. 2023 ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിൽ ഇസ്രയേലിന്റെ വ്യാപകമായ ബോംബാക്രമണത്തെ തുടർന്ന് തകർന്ന ഗാസയുടെ നിലവിലെ അവസ്ഥയിലാണ് വീഡിയോ ആരംഭിക്കുന്നത്. നഗ്നപാതരായി ഗസയിലെ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലൂടെ ഓടി നടക്കുന്ന പാലസ്തീൻ കുരുന്നുകളെ വീഡിയോയിൽ കാണാൻ കഴിയും. ട്രംപിന്റെ ചിത്രമുള്ള സ്വർണ്ണ ബലൂൺ പിടിച്ചു നടക്കുന്ന ഒരു കുട്ടിയും തിരക്കേറിയ മാർക്കറ്റിലൂടെ കടന്നു പോകുന്ന ആളുകളും വാഹനങ്ങളും നഗരമധ്യത്തിൽ ട്രംപ് ഗാസ എന്ന ബോർഡുള്ള ഒരു വലിയ കെട്ടിടവും വീഡിയോയിലുണ്ട്. അമ്പരചുംബികളായ കെട്ടിടങ്ങളും ആകാശത്ത് നിന്ന് ഡോളർ പെയ്തിറങ്ങുന്നതും വീഡിയോയിലുണ്ട്. തിരക്കേറിയ മാർക്കറ്റുകൾ, സ്ട്രിപ്പ് ക്ലബ്ബുകൾ, ബീച്ച് എന്നിവയും ട്രംപിന്റെ ഗാസയിൽ ഉൾപ്പെടുത്തുമെന്നാണ് വീഡിയോയിലുള്ളത്. ഈന്തപ്പനകൾക്ക് ചുറ്റുമായി ഡൊണാൾഡ് ട്രംപിന്റെ പൂർണ്ണകായ പ്രതിമയാണ് വീഡിയോയിലെ ഏറ്റവും വലിയ ആകർഷണം. ട്രംപിന്റെ ഉറ്റ ചങ്ങാതി ഇലോൺ മസ്ക്, ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നിവരും വീഡിയോയിലുണ്ട്. എല്ലാവരും ബീച്ചിലിരിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ക്ലബ്ബുകളിൽ നൃത്തം ചെയ്യുന്നതുമെല്ലാം വീഡിയോയിൽ കാണാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞില്ല, തെരുവുകളിൽ സ്പോർട്സ് കാറുകളും പ്രശസ്തമായ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗിന്റെ മാതൃകയിൽ നിർമ്മിച്ച ഒരു വലിയ കെട്ടിടവും ട്രംപിന്റെ മിനിയേച്ചറുകളും അവിടെയുണ്ട്. അമേരിക്കൻ താൽപര്യങ്ങൾക്കപ്പുറം ഒരു ബിസിനസ്സുകാരന്റെ ഗൂഢനീക്കങ്ങളാണ് ഇതിൽ തെളിയുന്നതെന്നതിൽ സംശയമില്ല. നൈറ്റ് ക്ലബ്ബുകളിൽ ട്രംപ് നർത്തകിമാർക്കൊപ്പം നൃത്തം ചെയ്യുന്നതും മസ്ക് ബീച്ചിൽ പണമെറിയുന്നതും ട്രംപും നെതന്യാഹുവും ബീച്ചിൽ ജ്യൂസ് കുടിച്ച് വെയിൽ കായുന്നതും എല്ലാം വീഡിയോയിൽ കാണാനാവുന്നുണ്ട്. അമേരിക്കയിൽ വെച്ച് നെതന്യാഹുവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംഘടിപ്പിച്ച ഒരു വാർത്താ സമ്മേളനത്തിലാണ് ഗാസ ഏറ്റെടുക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത്. ഗാസയെ അമേരിക്ക ഏറ്റെടുക്കുമെന്നും ഗാസയിലെ ബോംബും ആയുധങ്ങളും നീക്കം ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കുമെന്നും സ്ഥലം നിരപ്പാക്കി പൊളിഞ്ഞ കെട്ടിടങ്ങൾ ഒഴിവാക്കുമെന്നൊക്കെയുമായിരുന്നു ട്രംപിന്റെ പ്രസ്താവനകൾ. ഗസയുടെ വികസനത്തിനായി 2.1 ദശലക്ഷം പലസ്തീനുകളെ കുടിയൊഴിപ്പിക്കാനും ഒരു റിവിയേര സൃഷ്ടിക്കാനുമുള്ള ആശയം പറഞ്ഞു തീരും മുന്നെയാണ് വീഡിയോ പുറത്തു വരുന്നത്. അതും ട്രംപിന്റെ ഔദ്യോഗിക അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് ഇത് പുറത്തു വന്നതെന്നതാണ് എടുത്തു പറയേണ്ടത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അഭിപ്രായത്തിൽ ഗസയെ പരിവർത്തനം ചെയ്യാൻ ഈ പദ്ധതിക്ക് കഴിയുമെന്നാണ് അവകാശപ്പെടുന്നത്. കുടിയിറക്കപ്പെട്ട ഗസ നിവാസികൾ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ഭീകരതയെ നിരാകരിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഗസയിലെ ജനങ്ങൾ കുടിയൊഴിഞ്ഞു പോകണമെന്ന് ട്രംപും നെതന്യാഹുവും ഒരുപോലെ ആവർത്തിക്കുന്നുണ്ട്. എന്നാൽ അവരെ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു രാജ്യവും അതിന് തയ്യാറാകുന്നുമില്ല. ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും പദ്ധതികളെ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. ഗസയിലെ ജനങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രത്തെ തിരിച്ചറിയുക എന്നതാണ് പ്രധാന തടസ്സമെന്ന് പറയുന്ന നെതന്യാഹു സൗദി അറേബ്യയിൽ ഒരു പാലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കാൻ നിർദ്ദേശിക്കുന്നുമുണ്ട്. പക്ഷേ മനുഷ്യാവകാശ സംഘടനകളും ഐക്യരാഷ്ട്രസഭയും ഈ രീതിയെ വംശീയ ഉന്മൂലനമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ട്രംപിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പുറത്തുവിട്ടിരിക്കുന്ന വീഡിയോയ്ക്ക് ഡെമോക്രാറ്റുകളിൽ നിന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ പിന്തുണക്കാരിൽ നിന്ന് പോലും വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. ട്രംപിന്റെ ഗാസ എന്ന ആശയം ആ പ്രദേശത്ത് താമസിക്കുന്ന പാലസ്തീനുകളുടെ സംസ്കാരങ്ങളോടും താൽപ്പര്യങ്ങളോടും യോജിക്കുന്നതല്ലെന്നാണ് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗവും വക്താവുമായ ബാസം നെയ്ം പറയുന്നത്. ഗാസ പുനർനിർമ്മിക്കപ്പെടുന്നതും സാമ്പത്തികമായി പുനരുജ്ജീവിക്കപ്പെടുന്നതും തങ്ങളുടെ കുട്ടികൾക്ക് മെച്ചപ്പെട്ട ഭാവി കെട്ടിപ്പടുക്കുന്നതും സ്വപ്നം കാണുകയാണ് ഗസയിലെ ജനങ്ങൾ. പക്ഷേ ഈ ആശയത്തിനുള്ളിൽ അത് നടപ്പാകില്ലെന്നും ഇതൊരു ജയിൽ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. ജയിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനല്ല, മറിച്ച് ജയിലിനെയും ജയിലറേയും ഒഴിവാക്കാനാണ് ഞങ്ങൾ പാടുപെടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. കുടിലതയുടെയും കുബുദ്ധിയുടെയും ആൾരൂപമായി മാറുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്.
അതിന് ഗാസ വിഷയത്തിൽ ട്രംപ് സ്വീകരിക്കുന്ന നിലപാട് തന്നെ ധാരാളം. ഗസയെ തന്റെ വരുതിയിലാക്കാൻ ഇസ്രയേൽ അടക്കമുള്ള വമ്പന്മാരെ കളത്തിലിറക്കി ട്രംപ് പല നെറികേടുകളും കാണിച്ചു. തകർന്നടിഞ്ഞ ഗസയിൽ വികസനം സൃഷ്ടിക്കാനായി ഗസ ഏറ്റെടുക്കൽ എന്ന പദ്ധതിയും പ്രഖ്യാപിച്ചു. എന്നാൽ ഒരു പ്രദേശത്തെ വികസനം സത്യത്തിൽ ആർക്കു വേണ്ടിയുള്ളതാണ്? അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. എന്നാൽ ട്രംപ് സ്വപ്നം കാണുന്ന ഗസയിൽ, അയാൾ വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഗസയിൽ പാലസ്തീനികളില്ല. അവരെ അവിടെ നിന്ന് വേരോടെ പിഴുതെറിഞ്ഞതിനു ശേഷം ഗസയിൽ വികസനം കൊണ്ടുവരാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായല്ല അയാൾ പല വിഷയങ്ങളെയും നോക്കിക്കാണുന്നത്. ഒരു കച്ചവടക്കാരന്റെ ലാഭക്കൊതിയിലാണ്. ആ ലാഭക്കൊതി കൊണ്ട് തന്നെയാണ് ഗസയെ പശ്ചിമേഷ്യയുടെ ഒരു റിവിയേര ആക്കി മാറ്റുമെന്ന് വെടിനിർത്തൽ പ്രഖ്യാപനത്തോടടുപ്പിച്ച് ട്രംപ് പ്രഖ്യാപിച്ചത്. യുദ്ധത്തിൽ തകർന്ന ഗാസ മുനമ്പിനെ ഒരു ആഡംബര വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാനാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. തന്റെ പ്രതിജ്ഞകളെല്ലാം ഊട്ടിയുറപ്പിക്കുകയാണ് ട്രംപ് വീണ്ടും. അത് തെളിയിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ട്രംപ് പങ്കിട്ടിരിക്കുന്ന വീഡിയോ. പക്ഷേ അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പേരിൽ ട്രംപിന് ഗസയിൽ കാലുകുത്തിയാൽ അത് ഇറാൻ, യമൻ തുടങ്ങിയ രാഷ്ട്രങ്ങളെ പ്രകോപിപ്പിക്കുകയും കടുത്ത സംഘർഷത്തിന് ആ സാഹസം തിരികൊളുത്തുകയും ചെയ്തേക്കാമെന്ന സാധ്യതയും തള്ളിക്കളയാനാകില്ല.